ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നിച്ചൊരു സങ്കടത്തിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ടോ, ഇത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്ത ഒരു കേക്കാണ്. അവർ വന്ന് കളക്ട് ചെയ്തു. എന്നിട്ട് കാറിൽ കയറാൻ നേരത്ത് ഈ കേക്ക് താഴെ വീണു അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം ഇതൊരു 11 വയസ്സുള്ള പെൺകൊച്ചിന് വേണ്ടി ചെയ്ത കേക്കാണ്. ആ മോക്കാണെങ്കിൽ മെർമൈഡ് കേക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സാധാരണ പേരൻസ് വിളിച്ചിട്ടാണ് ഓർഡറൊക്കെ പറയുന്നത്, എൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഈ ഇവിടെയാണെങ്കിൽ ആ മോൾ എനിക്കൊരു ഒത്തിരി മെസ്സേജ് ഇട്ടു, ആൻറ്റി എനിക്ക് ആ കളർ വേണം, ഈ കളർ ഇഷ്ടമില്ല, അത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ മോൾ ഒത്തിരി പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പം ഇതിനകത്ത് ഈ മെർമെയ്ഡിൻ്റെ ടെയിൽ ഞാൻ സാധാരണ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പം ഈ പൊങ്ങി നിൽക്കുന്ന ടെയിലൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കവറിൽ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു വെക്കുവേ. കാരണം ഇത് അവിടെ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇതിങ്ങനെ ആടിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ മെർമെയ്ഡിൻ്റെ ടെയിൽ ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഇതുണ്ടോ? അപ്പം ഇത് തുറന്ന് നോക്കാം. ഇവരുടെ പാർട്ടി ഇന്ന് വൈകിട്ടാണ്. ഇത് രാവിലെ വേണമെന്ന് പറഞ്ഞ് റെഡിയാക്കിയ കേക്കാണ്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം ഇത് എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. കണ്ടോ ഇതിൻ്റെ അവസ്ഥ കണ്ടോ? അയ്യോ, കൊച്ചിൻ്റെ പപ്പ എന്നോട് ചോദിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കാം, കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയോടെ ഇരിക്കും. ഞാൻ ആദ്യം ഇത് ചെയ്താൽ ഉടനെ ഫോട്ടോയും ഇതിൻ്റെ വീഡിയോയൊക്കെ അയച്ചു കൊടുക്കും. അപ്പം അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇരുന്നതാണ് മോള്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോയി പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും ചെയ്ത് കൊടുക്കത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ എനിക്ക് ഇതിനെക്കാട്ടും എങ്ങനെയാണോ ഇത് ഇരുന്നത് അതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഇതിനെ ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹം. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതിൽ നിറയെ ഇങ്ങനെ ഫോണ്ടന്റ് വർക്കുകൾ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലേ എന്തെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ മുകളിൽ നിറയെ ക്രീമായി. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതൊരെണ്ണം ഓക്കെയാണ്, രണ്ടാമത് വെക്കാൻ പറ്റും. ഇനി ഞാൻ കേക്കിനെ ഒന്ന് പുറത്തെടുത്ത് അയ്യോ ആട്ടേൻ്റെ ഇതിൽ ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പക്ഷെ വേറെ ഒരു ഫോണ്ടന്റ് പീസും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഫോണ്ടന്റ് നമുക്കറിയാലോ, ക്രീമിൽ വെക്കുമ്പോൾ അതിങ്ങനെ വെറ്റാവും. അപ്പോൾ ഇത് ഒന്നും നമുക്ക് ഇനി റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം ഇതിനകത്തെ കേക്ക് നല്ലതാണ്. ആ കേക്ക് എടുത്തിട്ട് ക്രീം മൊത്തം ഒന്നുകൂടെ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ കേക്കിൻ്റെ ക്രീമെല്ലാം ഞാൻ മാറ്റി. ഇനി ഈ ബോർഡ് നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ വൈപ്പ് ചെയ്തെടുത്ത് ഡ്രൈ ആക്കിയിട്ട് പിന്നെ വേണേൽ റീയൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ പുതിയൊരു ബോർഡിലേക്ക് മാറ്റട്ടെ.
ഇത് നോക്കിയാൽ ഇപ്പം നമ്മളൊരു ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്ക് പോലെ തന്നെ ഉണ്ടല്ലേ, പക്ഷെ ചെറിയൊരു ലെവലിന് ഒരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഐസിങ് ചെയ്യുമ്പം ലെവൽ നേരെയാക്കി എടുക്കാം. ഈ ക്രീം നമുക്കിനി യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അത് പോട്ടെ. ഇനി നമുക്ക് പുതിയ ക്രീം ഉണ്ടാക്കിയിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കാം. ക്രീം റെഡിയാക്കി നമുക്ക് ഈ ഐസിങ് ചെയ്യാം. കേക്കിന് ഇച്ചിരി ചേരുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ആ ലെവല് ഇപ്പം ഓക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കേക്കിൻ്റെ ഐസിങ് ഫിനിഷായി. ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. നമ്മുടെ കേക്കിൽ ഞാൻ കുറച്ച് ഷെൽസും സ്റ്റാർ ഫിഷും ഒക്കെ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, അപ്പം അത് യൂസ് ചെയ്തത് ഈ രണ്ട് മോൾഡ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്ത് വെച്ചത്. അപ്പം എന്തായാലും ഒന്നുകൂടെ അതിനെ ഒന്ന് ഉണ്ടാക്കാം. അപ്പം നമ്മളുടെ ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഷെൽസ് എല്ലാം റെഡിയായി. ഇനി ഇതിനെയൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു വൈറ്റ് കളറല്ലേ, ഞാനിതിനെ എയർ ബ്രഷ് ചെയ്തിട്ടാണ് ഈ കളേഴ്സ് എല്ലാം കൊണ്ടുവന്നത്. നല്ല ഷെയ്ഡൊക്കെ കൊടുക്കാനായിട്ട് എളുപ്പം എയർ ബ്രഷിങ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോന്നും ഇവിടെ നിരത്തി വെക്കുകയാണ്. അപ്പം കേക്കിനും കളർ കൊടുത്തത് എയർ ബ്രഷ് വെച്ചിട്ട്, അപ്പം കേക്കും ഇതും നമുക്ക് ഒരേ സമയത്ത് തന്നെ എയർ ബ്രഷ് ചെയ്ത് വെക്കാം. നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടെയിലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്കിന് നമ്മൾ കൊടുത്തിരുന്നത് നല്ലൊരു ബ്ലൂവും ഒരു പർപ്പിളും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്ലൂ പിങ്ക് ഒക്കെ ഉണ്ട് എയർ ബ്രഷ് കളേഴ്സ്, എന്നാൽ പർപ്പിൾ ഇല്ല. അപ്പോൾ പർപ്പിൾ ഉള്ളത് ജെൽ കളറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ജെൽ കളർ എടുത്തിട്ട് ഒരു 1-2 ഡ്രോപ്പ് വെള്ളത്തിൽ അതിന് മിക്സ് ചെയ്യും. അപ്പം നമുക്ക് ലൂസായിട്ടുള്ള ഒരു കളർ കിട്ടുമല്ലോ. ഇതിപ്പം ജെൽ കളർ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും തിക്കാണ്. അതിനെടുത്ത് 1-2 ഡ്രോപ്പ് വെള്ളത്തിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് എയർ ബ്രഷിന് പറ്റിയൊരു കൺസിസ്റ്റൻസിയിൽ വരും. എയർ ബ്രഷിൽ നമ്മൾ ഒട്ടും തിക്കായിട്ടുള്ള കളേഴ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അത് പെട്ടെന്ന് ബ്ലോക്ക് ആകും. ഈ എയർ ബ്രഷ് യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ ടെക്നിക്സും കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ ബ്രഷിനെ കുറിച്ച് അറിയത്തില്ലാത്തവർ ശരിക്കും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി ഒത്തിരി എളുപ്പമാക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് നല്ല ഷെയ്ഡിങ് ഒക്കെ നമ്മുടെ കേക്കിന് കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റുന്നതാണ് ഈ എയർ ബ്രഷ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. ക്രീം കൊണ്ട് നമ്മളൊരു കേക്കിനെ പല കളറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ എയർ ബ്രഷ് വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക്. അതുപോലെ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സെയിം കളറിൽ ഫോണ്ടൻറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് എയർ ബ്രഷ് വെച്ചിട്ട് ചെറിയ പല കളേഴ്സിൻ്റെ ഷെയ്ഡൊക്കെ കൊടുത്ത് ഷെല്ലൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ പർപ്പിൾ കളർ റെഡിയാണ്. പർപ്പിൾ കളർ റെഡി ആയിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എയർ ബ്രഷിൻ്റെ ഗോൾഡ് കളറും എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എയർ ബ്രഷ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഏത് കളറാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ട് കേക്കിലോ അല്ലെങ്കിൽ ഇതിലോ അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ തന്നെയാണോ. അതുപോലെ തന്നെ നമ്മൾ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഡ്രോപ്സ് ഒഴിച്ചിട്ട് പുതിയ കളർ ട്രൈ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇതുപോലെ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഈ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കണം. ഞാൻ ഈ കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ കേക്കിലൊന്ന്
അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ യൂസ് ചെയ്യുന്നത് കഴുകുന്നൊന്നുമില്ല, കാരണം നമുക്കിതിൻ്റെ ഒരു മിക്സും ഒരു ഷെയ്ഡും ഒക്കെയാണ് ഫുള്ള് വേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കളർ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ അടുത്ത കളർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ബ്ലൂ ഒഴിക്കാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരിക്കണം. നമ്മളിപ്പോൾ ഇത് ഇപ്പം തന്നെ തൊട്ടാൽ, അതായത് എൻ്റെ കയ്യിലൊക്കെ കുറച്ച് കളേഴ്സൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തൊട്ടാൽ നമ്മുടെ കയ്യിൽ പറ്റും. കുറച്ച് നേരം വെച്ച് ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് കേക്കിലേക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ഗോൾഡ് ഷെയ്ഡ് കൂടെ കേക്കിന് അടിച്ചു കൊടുക്കട്ടെ. ഈ കേക്കിൽ നമ്മളൊരു ഡ്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഗനാഷിൻ്റെ. അപ്പോൾ ആ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കണം. പിന്നെ അതുപോലെ മോളുടെ പേര് കട്ട് ചെയ്തെടുക്കണം. ഇത് ഒന്ന് ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ക്രീം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഡ്രിപ്പായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒഴിച്ചിടാൻ പറ്റുന്ന ഒരു തരത്തിൽ, ഒത്തിരി ലൂസ് ആകരുത്, ഒത്തിരി തിക്കും ആകരുത്, ആ രീതിയിൽ ചെയ്യാം. കുറച്ച് ഡ്രിപ്പ് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ഫുള്ള് കൊടുക്കുന്നില്ല, അവിടെ ഇവിടെ ആയിട്ട് മാത്രം കുറച്ച്. ഞാനിതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് നേരം വേറെ പണിക്ക് പോയി. അപ്പോൾ ഇത് കുറച്ച് തിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ഒരു 10 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ ആ കറക്റ്റ് ഇച്ചിരി ലൂസായിട്ട് കിട്ടും. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ മറ്റേ കേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി എടുത്ത ഒരു പെട്ടിയിലാണ്. അപ്പം അതിൻ്റെ പുറകിൽ കുറച്ച് കേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം ഫ്രണ്ടായിട്ട് എടുക്കണം. നമ്മൾ ആദ്യത്തെ കേക്കിൽ തന്നെ യൂസ് ചെയ്ത് മെയിൻ ടേയിൽ എടുക്കാം. ഇതിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബീഡ്സ് നമുക്ക് എറിഞ്ഞ് പിടിപ്പിക്കാൻ കേക്കില്. നമ്മുടെ കേക്ക് റെഡിയായി. തകർന്ന് തരിപ്പണമായ കേക്കിനെയാണ് നമ്മൾ രണ്ടാമത് റീഫിക്സ് ചെയ്തെടുത്തേക്കുന്നത്.
എന്തായാലും മോള് ഹാപ്പിയാകുമെന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം അവൾ അത്രയും ആഗ്രഹിച്ചിട്ട് പ്ലാൻ ചെയ്ത് പറഞ്ഞു തന്നാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, പിന്നെ അത് പിങ്ക് കളർ വേണ്ട. സാധാരണ ഗേൾസിനൊക്കെ ഏറ്റവും ഇഷ്ടം പിങ്കാണ്. മെർമെയ്ഡ് തീം കേക്കിനകത്ത് നമ്മൾ കുറേ പിങ്ക് കളേഴ്സ് കൊണ്ടുവരും. അപ്പോൾ പിങ്ക് പാടില്ല, എനിക്ക് പർപ്പിളും ബ്ലൂമാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഒത്തിരി മെസ്സേജൊക്കെ ഇട്ടിട്ട് പാവം ചെയ്യിപ്പിച്ചതാണ് എന്നെ കൊണ്ട്. അപ്പോൾ എന്തായാലും മോള് ഹാപ്പി ആകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇപ്പം നമുക്കാണേലും പിന്നെ നമുക്ക് ബേസ് കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കുറച്ച് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ, എന്നാലും നമുക്കത് നഷ്ടപ്പെടാതെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പാക്ക് ചെയ്യുമ്പോഴും ഈ മുകളിലത്തെ ഈ ടെയിൽ നമ്മൾ റിമൂവ് ചെയ്യും. ഇങ്ങനെ എടുത്തിട്ട് വേറെ കവറിലിട്ടിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് അതുപോലെ ആ സമയത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതുപോലെ കേക്കിനെ പാക്ക് ചെയ്ത് സേഫായിട്ട് എത്തിക്കാൻ പോവാണ്. നമ്മൾ കേക്ക് എത്ര സമയം എടുത്ത് ചെയ്താലും അത് കട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ ഒരു ഡാമേജും ഇല്ലാതെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സൂക്ഷിച്ചിട്ട് വേണം ഡെലിവറി ചെയ്യാനായിട്ട്. അതുപോലെ കേക്ക് വന്ന് പിക്ക് ചെയ്യുന്നവരാണേലും അവരോട് പ്രത്യേകം പറയണം. ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ എടുക്കുന്നതിനെക്കാട്ടും ശ്രദ്ധിച്ചിട്ട് വേണം കേക്ക് എടുത്തുകൊണ്ട് പോകാൻ. കാരണം പിള്ളേർ താഴെ വീണാൽ നമുക്കൊന്ന് എടുത്ത് ആശ്വസിപ്പിച്ച് സാരമില്ലെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാം. പക്ഷേ കേക്ക് താഴെ വീണാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് ഇന്നത്തെ അനുഭവം കൊണ്ട് എനിക്ക് ഏറ്റവും മനസ്സിലായതും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതുമാണ്, കേക്ക് നമ്മളിങ്ങനെ ബോക്സിൽ പാക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കുക. എപ്പോഴും നമ്മുടെ ഒരു കൈ വലത് കൈയോ ഇടത് കൈയോ ഫുൾ താഴെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മാത്രമേ കേക്ക് കൊണ്ടുപോകാവുള്ളൂ. അതുപോലെ എടുക്കുമ്പോഴാണെങ്കിലും പതുക്കെ ഇങ്ങനെ നിരത്തി താഴെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ പൊക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിനെ പാക്ക് ചെയ്യാനും അതിനെ ഡെലിവറി ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം അതുപോലെ തന്നെ ആദ്യത്തേതുപോലെ തന്നെ എനിക്ക് ആക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സെയിം ഇൻട്രസ്റ്റ് ഒക്കെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയും നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്